ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡ്രോയിങ് ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഇൻഫിനിറ്റി ഡിസൈൻ എന്ന ആപ്ലിക്കേഷനിലാണ് നമ്മൾ ഡ്രോയിങ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഫിനിറ്റി ഡിസൈൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഇങ്ങനെ ഇൻ്റർഫേസാണ്. ഓപ്പൺ ചെയ്താൽ കാണാം, ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു ഫോട്ടോ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചതാണ്. ഓക്കെ, ആ ഒരു ഫോട്ടോ ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഐയുടെ ഒരു ചെറിയൊരു ഭാഗമാണ് ട്യൂട്ടോറിയലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ബ്രഷുകൾ പരിചയപ്പെടുത്താം. അപ്പോൾ ഡ്രോയിങ് ചെയ്യുന്ന രണ്ട് ബ്രഷാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്ന് ലാസോ ബ്രഷും ടാപ്ലിൻ്റെ ബ്രഷും. ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന മെയിൻ ബ്രഷസുകളാണ് ഇത് രണ്ടും. ഓക്കെ, അതുപോലെ തന്നെ ടൂൾസിൽ ലാസി ടൂളും ARC ടൂളും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതും ഏകദേശം എല്ലാവർക്കും അറിയാം. അതുപോലെ പെൻ ടൂളും യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് പെൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. ടാപ്പ് ബ്രഷ് എടുത്തു, എന്നിട്ട് ഇവിടെ പെൻ ടൂൾ യൂസ് ചെയ്യുകയാണ്. പെൻ ടൂളിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ കറക്റ്റായിട്ടുള്ള ഔട്ട്ലൈൻ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ആ ഒരു ഔട്ട്ലൈൻ ഇട്ടു. പിന്നെ ഈ ഒരു ഭാഗത്തുള്ള ഔട്ട്ലൈൻ ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ സെയിം പ്രോസസ്. ഓക്കെ, ആ ഒരു ലൈൻ ഇട്ടു. പിന്നെ അടിയത്തെ ലൈൻ ഉണ്ടാവും. അത് നമ്മൾ ഓവർ ഡാർക്കായിട്ട് ഔട്ട്ലൈൻ ഇടരുത്. അപ്പോൾ അതിൻ്റെ ഔട്ട്ലൈൻ ചെറുതാക്കാം. അങ്ങനെ ഈ ഒരു മെത്തേഡിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് മേലെ കൊടുത്തതിനേക്കാൾ കുറച്ചും കൂടി ലൈറ്റായിട്ടുണ്ട് കൊടുക്കുക. ഓക്കെ, തിക്നെസ്, ഔട്ട്ലൈൻ്റെ തിക്നെസ് കുറച്ച് കൊടുക്കുക. ഓക്കെ, ആ ഒരു ഔട്ട്ലൈൻ ഇട്ടു. ഇത് ഇവിടെ ഈ ഒരു ഏരിയ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഔട്ട്ലൈൻ കൊടുക്കാം, അല്ലാതെ ചെയ്യും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ പെൻ ടൂൾ റിമൂവ് ചെയ്ത് ലാസി ടൂൾ യൂസ് ചെയ്യണം. ഇത് ഈ ഒരു ഏരിയ ഇങ്ങനെ കൊടുക്കാം. അത് കൊടുക്കാതിരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. ഇത് ലാസി ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ അടിയത്തെ ലൈൻ ഇടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ഫേസിലേക്ക് കളർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ കളറിൻ്റെ ഡാർക്ക് കളർ സെലക്ട് ചെയ്ത് അടിച്ചു കൊടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇതിലെ ARC ടൂൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് ഇതുപോലെ കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തിക്നെസ് ഒന്ന് കുറച്ച് കൂട്ടാം. ഇതുപോലെ കൊടുക്കാം. ഓക്കെ, ഞാൻ ആ ഒരു പ്രോസസ്സും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെ കണ്ണിൻ്റെ ഉള്ളിലേക്കായിട്ട് വരുന്നതാണ്. ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് തിരികെ കൊടുക്കാം. ചെറിയൊരു ഭാഗം ഇങ്ങനെ ഇത് ഉപയോഗിച്ചിങ്ങനെ കുറച്ചിട്ട് കൊടുക്കാം. അതുപോലെ ഫ്രണ്ടിലെ ഭാഗവും ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യുന്ന ബ്രഷ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസോ ബ്രഷാണ്. അപ്പോൾ ഈ ARC ടൂൾ റിമൂവ് ചെയ്ത് ലാസി ടൂൾ എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒപ്പാസിറ്റി ഞാൻ കുറച്ച്, ലെയർ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒപ്പാസിറ്റി കാണിക്കും. അപ്പോൾ അതൊന്ന് കുറച്ച് കൊടുക്കണം. ഓക്കെ, അത് കുറച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ എഴുതി കൊടുക്കാം. ഓക്കെ, അത് ആഡ് ചെയ്തു. അത് ആഡ് ചെയ്തതിന് ശേഷം ഒപ്പാസിറ്റി കൂട്ടി വെച്ചതാണ്. ഓക്കെ,
ഇത്രയും പ്രോസസ്സ് നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ലാസോ ബ്രഷിൻ്റെ ഒപ്പാസിറ്റി കുറക്കാണ് ഒരു പെട്ടിയിലൊക്കെ ഇടുന്നത്. നേരത്തെ ഇതുപോലെ ഇങ്ങനെ ഷെയ്ഡ് നൽകാം. അതായത് കളറാണ് യൂസ് ചെയ്യുന്നത്, കളർ കൊണ്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് കണ്ണിലേക്ക് കൃഷ്ണമണിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഈ പിക്കിൻ്റെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒപ്പാസിറ്റി കുറക്കാണ്. ഓക്കെ, ഒപ്പാസിറ്റി കുറച്ചിട്ടുണ്ട്. ഒറിജിനൽ ഫോട്ടോ ഒപ്പാസിറ്റി ഒരു 77 ആക്കി വെച്ചിട്ട് കണ്ണിലെ സർക്കിൾ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ നേരത്തെ ഒപ്പാസിറ്റി കുറച്ച് വെച്ചത് കൂട്ടി വെക്കും. എന്നിട്ട് ഇതുപോലെ ആഡ് ചെയ്യാം. സർക്കിളാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, സർക്കിളും ലാസോ ബ്രഷുമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ബ്രഷിൻ്റെ താഴെയായിട്ട് കാണാം ഒരു സർക്കിളും ഒരു ഏറോ ചിഹ്നവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് സർക്കിൾ സെലക്ഷൻ ഓപ്ഷൻ വരും. അപ്പോൾ സെലക്ട് ചെയ്തതിന് ഒരു ബ്ലൂ കളറിലിങ്ങനെ കത്തുന്നതായിട്ട് കാണാം. അപ്പോൾ അത് കത്തിയതിനു ശേഷം ട്രാൻസ്ഫോം എന്ന ഓപ്ഷനെ കൊടുത്തതിന് നമുക്കത് ചലിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമായ രീതിയിൽ സർക്കിൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ അത് സെറ്റ് ചെയ്തതിനു ശേഷം നമുക്കത് ഒറിജിനൽ ഫോട്ടോ ഹൈഡ് ചെയ്ത് വെക്കാം. അപ്പോൾ സർക്കിളിൻ്റെ ഔട്ട്ലൈനിൻ്റെ പുറത്തേക്ക് സർക്കിൾ വന്നതായിട്ട് കാണാം. അപ്പോൾ അതിനായിട്ട് ടൂളിലേക്ക് വന്ന് നമ്മുടെ സെഗ്മെൻ്റ് എന്ന് കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്തൊരു ഭാഗത്തേക്ക് ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കാം. ആ ഒരു ഭാഗം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ആവശ്യമില്ലാത്ത ഭാഗം ഇതുപോലെ റിമൂവ് ചെയ്ത് കൊടുക്കാം. അതുപോലെ അടിഭാഗവും. ഓക്കെ, ആവശ്യമില്ലാത്ത ഭാഗം ഞാൻ റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി സെഗ്മെൻറ്റ് റിമൂവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വീണ്ടും സർക്കിൾ വൈറ്റ് ആക്കി കൊടുക്കാം. വൈറ്റ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ചെയ്ത സെയിം പ്രോസസ് സെലക്ട് ചെയ്യുക, ട്രാൻസ്ഫോം അടിക്കാം. ഇതിലേക്ക് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഗ്രേഡിയൻ്റ് എന്ന ഓപ്ഷൻ കാണാം. സർക്കിളിൻ്റെ താഴെയായിട്ട് ഗ്രേഡിയൻ്റ് ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം സർക്കിളിലേക്ക് പ്രസ് ചെയ്യുന്ന ഗ്രേഡിയൻ്റ് ആഡാകുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ മേലെ കൊടുത്ത ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളർ. ഇപ്പോൾ അത് കളർ കുറവാണെങ്കിൽ അത് അനുസരിച്ചിട്ടുള്ള കളർ എഴുതി കൊടുക്കുക. അപ്പോൾ മേലെ ബ്ലാക്ക് കൊടുക്കുക, അടിയിൽ ഐയുടെ കളർ. അപ്പോൾ അതൊരു ചെറിയ വ്യത്യാസത്തിൽ എഴുതി കൊടുക്കുക. ഓക്കെ, അതങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനത് നമ്മുടെ ഒപ്പാസിറ്റി കുറച്ച് ഫോട്ടോ ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് വീണ്ടും ബ്ലാക്ക് സർക്കിൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ബ്ലാക്ക് സർക്കിൾ ആഡ് ചെയ്തിട്ട് ട്രാൻസ്ഫോം വെച്ച് സെൻറ്ററിലേക്ക് സെറ്റ് ചെയ്യും. ഓക്കെ, സെറ്റ് ചെയ്തു. ഇനി ഒരു വൈറ്റ് സർക്കിൾ രണ്ട് ഭാഗത്ത് ഡോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി ഞാൻ ലാസി ടൂള് ഉപയോഗിക്കുകയാണ്. ബ്ലാക്ക് കളർ എടുക്കുകയാണ്. ഓപ്ഷൻ ഒപ്പാസിറ്റി കുറച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് കൃഷ്ണമണിയുടെ കണ്ണിനുള്ളിലെ വൈറ്റ് ഭാഗത്ത് ചെറിയ ഷെയ്ഡുകൾ നൽകുകയാണ്. ഓക്കെ, അത് ആഡ് ചെയ്തു. ഇനി നമുക്ക് പുതിയ ലെയർ സെലക്ട് ചെയ്യാം.
അപ്പോൾ പുതിയ ലെയർ ഇതിൻ്റെ മേലായിട്ടാണ് ഉണ്ടാവുക. അത് പ്രസ് ചെയ്ത് ഇതിനെ താഴേക്കാക്കുക. ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറൊന്ന് ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ അതിനായിട്ട് ഫേസിൽ ഒരു കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇത് വെക്കാം. ഓക്കെ, ഇപ്പോൾ പുതിയ ലെയറൊക്കെ ഇതിൻ്റെ താഴേക്ക് വെച്ചിട്ട് ഇനി വൈറ്റ് കളർ സെലക്ട് ചെയ്യണം. അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ട് മാറ്റിയത് ഇപ്പോൾ വൈറ്റിൽ വൈറ്റ് ആഡ് ചെയ്യുമ്പോൾ തിരിയത്തില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വൈറ്റും കൂടി ആഡ് ചെയ്ത് വെക്കാം. ഇനി ഒരു റോസ് കളർ പിക്ക് ചെയ്യണം. ഈ ഒരു ഭാഗത്ത് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഐ ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു ചെറിയൊരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നാളെ ഒരു കിടിലം വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.